പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നലെ നമ്മൾ തുടങ്ങിയ പരമ്പരയുടെ 2ാം ദിവസമാണിന്ന്. ഇന്നലെ ഞാൻ പറഞ്ഞു, രാവിലെ 6 മണി തുടങ്ങി 9 മണി വരെ രക്തം കൂടുതൽ കട്ടയാകുന്ന, തിക്കാകുന്ന, സാന്ദ്രത കൂടുന്ന ഒരു സമയമാണ്. ഈ സമയം അറ്റാക്കിനുള്ള, സ്ട്രോക്കിനൊക്കെയുള്ള സാധ്യത കൂടുതലാണെന്ന് മാത്രമല്ല, ലോകത്ത് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അറ്റാക്കുകളും സ്ട്രോക്കുകളുമൊക്കെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് സാധാരണ സമയത്തുള്ള രക്തത്തിൻ്റെ നിലയേക്കാൾ കുറച്ചുകൂടെ കട്ടിയാകുന്നത്? അതാണ് നമ്മളിന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നേച്ചർ ലൈഫ് ടി വി കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അല്ല എങ്കിൽ നിങ്ങൾക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്നൊരു നിഗമനത്തിലായിരിക്കും അൽഗോരിതം എത്തുന്നത്, സെർച്ച് എഞ്ചിനുകൾ എത്തുന്നത്. നിങ്ങൾക്കത് വീണ്ടും അയച്ചു തരില്ല. ദിവസവും രാവിലെ 6:30 മണിക്ക് ഒരു പ്രോഗ്രാം ഇതിൽ വീഴുന്നുണ്ട്. ഈ പരമ്പര അടുത്ത ദിവസങ്ങളിൽ ഓരോ ഭാഗങ്ങളായി വന്നുകൊണ്ടിരിക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. ആശുപത്രികളിലേക്ക് പോകേണ്ട അവസരങ്ങൾ നിങ്ങൾക്ക് അതോടെ തന്നെ നേരെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് രാവിലെ 6 മണി തുടങ്ങി 9 മണി വരെ നമ്മുടെ രക്തത്തിന് സാന്ദ്രത കൂടുന്നത്? ഒന്ന്, രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോഴുള്ള നിർജ്ജലീകരണമാണ്, ഡീഹൈഡ്രേഷനാണ്. രണ്ടാമത്തത്, നമ്മൾ ഉണരുമ്പോൾ ശരീരം പുറപ്പെടുവിക്കുന്ന ചില ഹോർമോണുകളാണ്. നാലാമത്തത്, നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികമായ പ്രവർത്തനമാണ്. ആന്തരികമായി പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത്. പ്രത്യേകിച്ച് വേദനയ്ക്ക് വേദനാസംഹാരികൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിനും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം, ഓൺലൈനിൽ വരുത്താം. 9496044503 അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ 14 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും. ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം. 250 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന സിർക്കാഡിയൻ റിഥം പ്രവർത്തിക്കുന്നത് കൂടിക്കൊണ്ടാണ് പ്രധാനമായിട്ടും നമുക്ക് രാവിലെ 6 മണി മുതങ്ങി 9 മണി വരെ രക്തം സാന്ദ്രത കൂടുന്നത്, അറ്റാക്കിലേക്ക് വീഴാനുള്ള സാഹചര്യം, അടിത്തറ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലേറ്റ്ലെറ്റുകൾ, രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റുകൾ മുറിവുകളുണ്ടായാൽ ഒട്ടിക്കാൻ വേണ്ടി വരുന്ന പശ കൈകാര്യം ചെയ്യുന്നവരാണ്. പ്ലേറ്റ്ലെറ്റുകളുടെ ജോലിയാണ് പശ വെച്ച് ഒട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റുകളുടെ സ്റ്റിക്കിനെസ് ക്യാരക്ടർ, ഒട്ടിക്കുന്ന ഭാവം തമ്മിലൊട്ടുന്ന രീതിയിലായാൽ, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റുകൾ കൂടാനിടയായാൽ അങ്ങനെയും കുഴപ്പങ്ങളുണ്ടാവാം. അതേപോലെ ഹൈ പ്രോട്ടീൻ ഇൻടേക്ക് വന്നാൽ, ടോക്സിക് പ്രോട്ടീൻ ഇൻടേക്ക് വന്നാൽ, നമ്മുടെ കരള് രാവിലെ പുറപ്പെടുവിക്കുന്ന ചില പ്രത്യേക പ്രോട്ടീനുകളുണ്ട്. അങ്ങനെയുള്ള ചില കാരണങ്ങളിലും ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന ക്ലോട്ടുകളെ അലിയിപ്പിക്കാനുള്ള കഴിവ് അങ്ങനെ ശരീരത്തിന് കുറയാം. ക്ലോട്ടിനെ കൂട്ടുന്ന ഒരു ടെൻഡൻസി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണത്. അതേപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് നമുക്ക് ഉണർവിലേക്ക് വരാനും ഉത്സാഹത്തിലേക്ക് വരാനും നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന കോർട്ടിസോളും അഡ്രിനാലിനും ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടാം. എങ്ങനെയാണ് രാത്രി നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത്?
നമ്മൾ ഉറങ്ങുമ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉച്ഛ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. വായു അകത്തെടുക്കുകയും പുറത്തേക്ക് വിടുകയും. അകത്തേക്കെടുക്കുന്ന വായു അതുപോലെയല്ല പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുന്ന വായുവിന് ഒരു ഈർപ്പമുണ്ട്. അത് ശരീരത്തിലുള്ള ജലം കുറയ്ക്കുന്നതിനിടയാക്കുന്നുണ്ട്. വൈകിട്ട് തുടങ്ങി നാം കുടിക്കുന്ന വെള്ളമാണ് രാത്രി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത. സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളം ഒരു 45 മിനിറ്റ് തുടങ്ങി പുറത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് കരിക്കും വെള്ളമൊക്കെ ആണെങ്കിൽ. രാത്രി കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കാറില്ല. വെള്ളം കൂടുതൽ കുടിച്ചാൽ മൂത്രമൊഴിക്കാൻ എഴുന്നേക്കേണ്ടതായി വരാം. അതുകൊണ്ട് തന്നെ രാത്രിയിലെ വെള്ളം കുറവായിരിക്കും. രാത്രി കഴിക്കുന്നത് വറുത്തുമുരിച്ച സാധനങ്ങൾ കൂടി ഉള്ളതാണെങ്കിൽ, തെറ്റായ ഭക്ഷണപാനീയങ്ങളാണെങ്കിൽ, അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വിശദമായി പറയുന്നുണ്ട്, ഈ ജലനഷ്ടം വളരെ കൂടുതലായി നമ്മൾ കണക്ക് കൂട്ടുന്നതിന് അപ്പുറത്തേക്കുള്ള വെള്ളം ശരീരത്തിന് ആവശ്യമായിട്ട് വരും. കുടിച്ച വെള്ളം ഒന്നിനും തികയാതെ വരും. അതാണ് രാത്രിയുടെ ഒരു പ്രത്യേകത. ഉച്ഛ്വാസത്തിലൂടെ ജലത്തിൻ്റെ അംശം കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ രാവിലെ 6 മണി എഴുന്നേൽക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ പരമാവധി വെള്ളം കുറഞ്ഞ രക്തമാണ് നമുക്കുണ്ടാകുക. അപകടം പിടിച്ച ഒരവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ 1-2 ഗ്ലാസ് വെള്ളം അല്പാൽപമായി സ്വസ്ഥമായിരുന്നു കുടിക്കണം. സ്വസ്ഥമായി ഇരിക്കണം എന്ന് പറയുന്നത് ഞാൻ അല്പം കൂടെ കഴിയുമ്പോൾ വിശദീകരിക്കാം. ഇനി രാത്രി നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നന്നായി വിയർത്തെന്ന് വരും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലേറെ ജലനഷ്ടത്തിനിടയാക്കുന്നുണ്ട്. ദേഹത്തെ സകല രോമകൂപങ്ങളിലും സകല ഭാഗങ്ങളിലും വിയർപ്പുണ്ടാകുന്നുണ്ട്. വലിയൊരു ജലനഷ്ടമാണ് അതുണ്ടാക്കുന്നത്. രാത്രി ശാരീരിക ബന്ധം കഴിഞ്ഞാലും രാത്രി എപ്പോഴെങ്കിലും ഉണർന്നാലും ജലനഷ്ടത്തിനനുസരിച്ചുള്ള വെള്ളമൊന്ന് കുടിക്കണം. സാധാരണ രീതിയിൽ ഉണരുകയാണെങ്കിൽ അല്പം വെള്ളം, അല്പം മാത്രം വെള്ളം, ഒരു കവിള് വെള്ളം, രാത്രി അതിലേറെ വെള്ളം കുടിച്ച് ഉറക്കം കളയേണ്ട കാര്യമില്ല, കുടിച്ചിരിക്കണം. 7-8 മണിക്കൂർ അങ്ങനെ വെള്ളം കുടിക്കാതെയും എന്നാൽ കുടിച്ച വെള്ളം ഉച്ഛ്വാസത്തിലൂടെയും വിയർപ്പിലൂടെയും എല്ലാം പോകുന്ന ഒരന്തരീക്ഷം വരുമ്പോൾ ബ്ലഡ് പ്ലാസ്മ വോളിയം അത് കുറയാനിടയാകും. ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കൂടി. അതാണ് അപകടത്തിലേക്ക് നയിക്കുന്നത്. ഹയർ കോൺസെൻട്രേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണുക്കൾ ഒരു നിശ്ചിത ശതമാനം രക്തത്തിൽ വളരെ കൂടുന്ന ഒരവസ്ഥ വരുന്നു. രക്തം വെള്ളം കുറഞ്ഞ് കുറച്ചുകൂടെ സാന്ദ്രതയാകുന്നു. അല്ലെങ്കിൽ തന്നെ വെള്ളത്തേക്കാൾ 4 തുടങ്ങി 6 മടങ്ങ് സാന്ദ്രത കൂടിയതാണ് രക്തം. അതൊന്നുകൂടെ സാന്ദ്രതയിലേക്ക് വരുമ്പോൾ പല ഭാഗങ്ങളിലും കെട്ടി നിൽക്കാൻ ഇടയാകുമെന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതോടെ ഒഴുക്ക് കുറഞ്ഞ രക്തം, ഒഴുകാൻ പ്രയാസം വന്ന രക്തം, ആ ഒഴുകാൻ പ്രയാസമുള്ള രക്തവുമായി എഴുന്നേൽക്കുന്ന നമ്മൾ തുടർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അടി കിട്ടും. ബാക്കി ഭാഗം നാളെ 3-ാം ഭാഗത്തിൽ പറയാം. കഴിയുന്നത്ര സുഹൃത്തുക്കളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക. നേച്ചർ ലൈഫ് TV അവരെ പരിചയപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ വേണം. നന്ദി, നമസ്കാരം.